അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അറിവ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 97-ാമത്തെ അധ്യായം സൂറത്ത് ഖദറിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയിട്ടുള്ളത്. വമാ അദറാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയാമോ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 82 വർഷം ഉണ്ടാവും. 80 വർഷത്തേക്കാൾ പുണ്യമുള്ള രാവ്. ആ രാവിന്റെ പ്രത്യേകത എന്താ? ആ രാത്രിയിൽ നമ്മൾ 4 റക്അത്ത് നമസ്കരിച്ചാൽ 82 വർഷം അല്ലെങ്കിൽ 80 വർഷത്തിലധികം 4 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും മിസ്സാക്കരുത്. ഇനി എപ്പോഴാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവ്? റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റയായ രാവ്, 21 രാവ്, അതായത് 20-ാമത്തെ നോമ്പിന്റെ അന്നത്തെ രാത്രി, അതാണ് 21 രാവ്. 23 രാവ്, 25, 27 ഈ രാവിലെ. ഈ രാവിലെ 4 റക്അത്ത് നമസ്കരിച്ചാൽ എത്ര വർഷം 4 റക്അത്ത് നമസ്കരിച്ച പ്രതിഫലം കിട്ടും? 80 വർഷം. മനുഷ്യന്റെ ആയുസ് എത്ര? 60-70 അടുക്കുള്ള ആയുസ് അല്ലേ? അപ്പൊ മനുഷ്യന്റെ ആയുസ്സിൽ മുഴുവനായിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. മനുഷ്യന്റെ ആയുസ്സിൽ ഒരിക്കലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്ര പുണ്യമാണ് നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാവിലെ കിട്ടുക. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത് ആരും. പരമാവധി പുണ്യം കരസ്ഥമാക്കുക എന്നാണ് ആദ്യമായിട്ട് എന്നോടെന്ന പോലെ വസിയത്ത് ചെയ്യാനുള്ളത്. ഇനി മനുഷ്യന്റെ ആയുസ് എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏകദേശം 60-70 അടക്കാണ് മനുഷ്യന്റെ ആയുസ്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് എത്രയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു 80 വർഷം ജീവിക്കുന്നു വിചാരിച്ചോളി. നമ്മളെല്ലാവരും 80 വർഷം ജീവിക്കുന്നു വിചാരിച്ചോളി. അങ്ങനെ 80 വർഷം ജീവിക്കുകയാണെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ പറയണത്. 40 വർഷം നമ്മളുടെ ഉറക്കവും വിശ്രമവും വിനോദവും ഒക്കെ ആയിട്ട് പോകും. എങ്ങനെ? ഒരു ദിവസം എന്ന് പറയുന്നത് അര ദിവസം രാത്രിയും അര ദിവസം പകലും അല്ലേ? ഈ രാത്രി നമുക്ക് ഉറക്കം അതുപോലെ വിശ്രമമൊക്കെ വേണ്ടേ? അപ്പൊ 80 വർഷം ജീവിക്കുന്ന ഒരാൾക്കോ 40 വർഷം രാത്രി 40 വർഷം പകല്. അപ്പൊ ഈ രാത്രി സമയത്ത് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള സമയമുണ്ടോ? ഇബാദത്ത് ചെയ്യാനുള്ള സമയമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഉറക്കത്തിലൊക്കെ ആയിരിക്കും കുറേ സമയം. നമ്മൾ കുറേ വർഷം ഉറക്കമായിട്ട് പോവും, വിശ്രമമായിട്ട് പോവും, കുറേ വർഷം വിനോദമായിട്ട് പോവും, യാത്രയായിട്ട് പോവും, കുറേ വർഷം പോവും. പിന്നെ ബാക്കിയുള്ളത് ഒരു 40 വർഷമുള്ളത്. ഈ 40 വർഷത്ത് നമുക്ക് വകതിരിവില്ലാത്ത കുറേ കാലഘട്ടം ഉണ്ടാകും. നമുക്ക് പിന്നെ ജാഹിലിയ കാലം എന്നൊക്കെ പറയില്ലേ, അറിവില്ലാത്ത കാലഘട്ടം ഉണ്ടാവും. അത് കുറേ സമയം അങ്ങനെ ആയിട്ട് പോകും. പിന്നെ നമ്മളുടെ ചെറുപ്പം മുതലേ ഇബാദത്ത് ചെയ്ത് തുടങ്ങുമോ? ഇല്ലല്ലോ. ശൈശവം ഉണ്ടാവില്ലേ, ബാല്യം ഉണ്ടാവില്ലേ, കൗമാരം ഉണ്ടാവില്ലേ? അപ്പൊക്കെ ഒരു അന്തല്ലാതെ ഇങ്ങനെ നടക്കായിരിക്കും. എന്താ ജീവിത ലക്ഷ്യം എന്നൊന്നും അറിയാതെ ഇങ്ങനെ നടക്കായിരിക്കും. പിന്നെ പഠനത്തിന്റെ സമയമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പഠിക്കണ സമയം എത്ര? 20 വർഷത്തോളം 25 വർഷത്തോളം മനുഷ്യൻ പഠിക്കുന്നുണ്ട്. അതിലെ പകല് മാത്രം എടുത്ത് നോക്കി. 10 വർഷം കൂട്ടിക്കോളി. 10 വർഷം മനുഷ്യൻ പഠിക്കുന്നുണ്ട്. അപ്പൊ 40 വർഷത്തിൽ നിന്ന് 10 വർഷം കുറച്ച് എത്രയായി? 30 വർഷമുള്ള ബാക്കി സമയം. ആ 30 വർഷത്തെ സമയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്? പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള പെടാപ്പാടായിരിക്കും. പിന്നെ ജോലി കഴിഞ്ഞിട്ട് കുടുംബം, കുട്ടികൾ, കല്യാണം, കുടുംബം, കുട്ടികൾ, അതേപോലെയുള്ള പിന്നെ ജോലിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ, പിന്നെ ജീവിക്കാനുള്ള പെടാപ്പാട് അല്ലേ? അങ്ങനെ കുറേ വർഷം അങ്ങനെയും പോകും. പിന്നെ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യം തന്നെ നിർത്തി നോക്കി. 24 മണിക്കൂറുണ്ട് നമുക്കൊരു ദിവസം. പക്ഷെ നമ്മൾ നിസ്കരിക്കണതോ സുബൈ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് കൂട്ടിക്കോളി പരമാവധി. സുബൈ 10, ളുഹർ 10, അസർ 10, മഗ്‌രിബ് 10, ഇശാ 10, 50 മിനിറ്റ്, ഏറിയാൽ 1 മണിക്കൂർ അല്ലേ? ഇതല്ലേ നമ്മളെ അവസ്ഥ. അപ്പൊ നമുക്ക് പരമാവധി പുണ്യങ്ങൾ വാരിക്കൂട്ടണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. കാരണം മനുഷ്യന്റെ കുറഞ്ഞ കാലഘട്ടത്തിലെ ആയുസ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അനശ്വരമായിട്ടുള്ള സ്വർഗ്ഗലോകം. അങ്ങോട്ട് കയറണമെങ്കിൽ കുറച്ച് പണിയാണ്. മാത്രമല്ല നരകത്തിലേക്ക് പോകുന്ന കുറേ കാര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ട് പിശാച് ഇങ്ങനെ ചെയ്യിക്കുന്നത്. മനുഷ്യൻ പറഞ്ഞാൽ തെറ്റിലേക്ക് ഇങ്ങനെ വീണുപോകും. പടച്ചോൻ അറിയാതെ. അതുകൊണ്ട് പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? പരമാവധി നന്മ കരസ്ഥമാക്കാനുള്ള കാര്യങ്ങളൊക്കെ പടച്ചോൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പെട്ടൊന്നാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്. 4 റക്അത്ത് നിസ്കരിച്ചാൽ എത്ര? 80 വർഷം 4 റക്അത്ത് നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ രാവിലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ചൊക്കെ ഉറക്കം ഒഴിവാക്കുക. നമ്മൾ എന്തെല്ലാം ആവശ്യത്തിന് ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കുറേ ഉറക്കം ഒഴിവാക്കിയിട്ടുണ്ട്. കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ ഉറക്കം ഒഴിവാക്കും. കുടുംബത്തിൽ ഏതെങ്കിലും കല്യാണം ഉണ്ടാൽ മതി ഉറക്കം ഒഴിവാക്കും. പിന്നെ ടൂർ പോകാൻ ഉറക്കം ഒഴിവാക്കും അല്ലേ? പിന്നെ എന്തൊക്കെ യാത്രക്ക് ഉറക്കം ഒഴിവാക്കും. എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉറക്കം ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം ഉറക്കം ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ആ നെയ്യത്തോട് കൂടിയിട്ടാണ് നിസ്കരിക്കുക. 4 റക്അത്ത് പടച്ചോനെ, ഒരു 4 റക്അത്ത് ഞാൻ ഇപ്പം നിസ്കരിക്കുകയാണ്. അത് 4 റക്അത്ത് നിസ്കരിച്ച് എനിക്ക് 80 വർഷം 4 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം തരണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക. അങ്ങനെ പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുക. നമ്മളെങ്ങനെങ്കിലും ഒന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ് അള്ളാഹ് നോക്കണേ. അതുകൊണ്ടാണ് നമുക്ക് ഒരു നന്മക്ക് 700 ഇരട്ടി വരെ പ്രതിഫലം.
ഒരു തിന്മക്ക് അതിന്റെ ശിക്ഷ മാത്രമേ കിട്ടുള്ളൂ. ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അള്ളാഹ് അതിന് പ്രതിഫലം നൽകും. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അള്ളാഹിനെ പേടിച്ച ആ തിന്മയിൽ നിന്ന് മാറി നിന്നാലും അതിന് പ്രതിഫലം നന്മയായിട്ട് അള്ളാഹ് രേഖപ്പെടുത്തും. ഇങ്ങനെ എങ്ങനെങ്കിലും ഒന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്നാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓഫറുകൾ നമുക്ക് നൽകുന്നത്. മെഗാ ഓഫറുകളാണ്, വമ്പിച്ച ഓഫറുകളാണ്. നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്. നെസ്റ്റോയിലും ലുലുമാളിലൊക്കെ രാത്രി സമയത്ത് എല്ലാ സാധനങ്ങളും 1 രൂപക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആളുകൾ എത്തൂലേ? അപ്പം ആളുകൾ എത്തിയിട്ടുമുണ്ട്, നമുക്ക് അനുഭവം ഉള്ളതുമാണ്. അതേപോലെ പടച്ചു നൽകുന്ന ഓഫറാണിത്. ഈ രാത്രി നിങ്ങളൊന്ന് ഉറക്കം ഒഴിവാക്കിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്താലേ 80 വർഷം ഇബാദത്ത് ചെയ്ത കൂലി തരാമെന്ന് അള്ളാഹ് പറയണേ. അപ്പം ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ നമ്മൾ പിടിക്കണം. നമ്മൾ നഷ്ടപ്പെടും. കുറേ നമ്മൾ നിസ്കരിക്കണേനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള ഓഫറുകൾ നമ്മൾ പിടിക്കുക. അതേപോലെ വേറൊരു ഓഫറാണ് അള്ളാഹ് നൽകിയത്. എവിടെ? മസ്ജിദുൽ ഹറാമിൽ 1 റക്കഅത്ത് നിസ്കരിച്ചാലോ 1 ലക്ഷം റക്കഅത്ത് നിസ്കരിച്ച പ്രതിഫലം ഉണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോവുക മസ്ജിദുൽ ഹറാമിലേക്ക്. എന്നിട്ട് അവിടുന്ന് പരമാവധി മുതലാക്കി വരിക. എങ്ങനെ മുതലാക്കല്? പരമാവധി ഇബാദത്തുകൾ ചെയ്യുക, നല്ല നെയ്യത്തോടെ ചെയ്യുക. അപ്പോൾ 1 റക്കഅത്ത് നിസ്കരിച്ചാൽ 1 ലക്ഷം റക്കഅത്ത് നമസ്കരിച്ച പ്രതിഫലം കിട്ടും. അങ്ങനെ നമ്മളുടെ നന്മയുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക? ധാരാളം നന്മകൾ ഉണ്ടാക്കിയിടണം. കാരണം എന്താ അറിയോ, നമ്മൾ മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോണ മനസ്സാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അള്ളാഹ് പുറത്തു തരണം. മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ നന്മ നമ്മുടെ അക്കൗണ്ടിൽ വന്നെങ്കിൽ നമുക്ക് സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹ് പറഞ്ഞെന്താ അറിയോ, ഒരാളും തന്നെ ഓല അമലുകൾ കൊണ്ട് സ്വർഗത്തിൽ കയറൂല അള്ളാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ അല്ലാതെ എന്നാ. അപ്പൊ നമുക്ക് അള്ളാന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ ഓഫറുകളൊക്കെ എടുത്തിട്ട് പരമാവധി അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അപ്പൊ അള്ളാഹ്ക്ക് ഒരു പാവം തോന്നുക എന്ന് പറയില്ല നമ്മള്. കുറെ എൻ്റെ അടിമ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പരമാവധി ഓഫറുകളൊക്കെ എടുത്ത് പരമാവധി ലൈലത്തുൽ ഖദറും പിന്നെ മസ്ജിദുൽ ഹറമിലേക്കൊക്കെ പോയി അങ്ങനെ പരമാവധി നന്മയൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാവം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാരുണ്യം കൊണ്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് കണ്ട് കയറ്റും. അതിനുവേണ്ടി നമ്മൾ പരമാവധി ഒന്നും ചെയ്യാതിരുന്നാൽ പിന്നെ ഒരു രക്ഷയില്ല. പടച്ചോൻ പറഞ്ഞ ഓഫറുകൾ പരമാവധി എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഈ ഓഫർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക? നെയ്യത്ത് മാറിപ്പോയത് ജനങ്ങളെ കാണാനുള്ള രീതിയിലേക്ക്. ഞാൻ ഇപ്പൊ പള്ളിയിൽ ഇത്തികാഫിരുന്ന് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ, ഞാൻ വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളാന്നൊന്ന് കണ്ടോട്ടെ എന്നുള്ള നെയ്യത്തൊന്നും ഉണ്ടാകരുത്. ആ പിശാച് ഇങ്ങനെ തോന്നിക്കും. അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പടച്ചോനെ നല്ല നെയ്യത്തോട് കൂടിയിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹിനോട് ഖേദിച്ച് മടങ്ങി ഇബാദത്തുകളൊക്കെ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദർ കിട്ടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.